Hey guys, welcome back to another video. So ഇന്ന് we are going to do an unboxing. ഒരു ഷീൻ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഷീന് പുതുതായിട്ട് അവരൊരു കളക്ഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ബിസ്വെയർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ബിസ്വെയർ മീൻസ് ഒരു ഫോർമൽ ബിസിനസ് ലുക്ക് എന്നുള്ള രീതിക്ക് അവർ ലോഞ്ച് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന് നോക്കാം, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് സ്റ്റൈലിംഗ് ടിപ്സൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. പിന്നെ എൻ്റെ ശബ്ദത്തിൽ ചെറുതായിട്ടൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. കുറച്ച് ഡേയ്സ് ആയിട്ട് കോൾഡ് ആൻഡ് ഫീവറൊക്കെ ആയിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. സോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഐ എം സ്ട്രഗ്ലിങ് ടു ബ്രീത്ത് പ്രോപ്പർലി. കാരണം നോസ്ട്രിൽസൊക്കെ മൊത്തത്തിൽ അടഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രീത്ത് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ദീർഘശ്വാസം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയും കേൾക്കാം, ബിക്കോസ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇതുവരെ ഫുൾ സൈഡായിരുന്നു. ഇപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ച് ഓൾമോസ്റ്റ് ഒക്കെ ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് അവർ പാക്കേജ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ ഇതാണ് ഷീനിൻ്റെ പാക്കേജിങ് വരുന്നത്. ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ്, നോട്ട് ട്രാൻസ്പെറൻറ്റ്, ഒപ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഒരു ട്രാൻസ്ലൂസൻറ്റ് ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഓ, പെട്ടെന്ന് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിച്ച സയൻസൊക്കെ ഇങ്ങനെ തലയിൽ വന്ന പോലെ. എനിവേ, അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. സോ ഫസ്റ്റ് ലെറ്റ്സ് അൺബോക്സ് ദിസ്. ഒരു ബ്ലാക്കിൽ തുടങ്ങാം. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദിസ് ഈസ് എ പാൻസ്. ഒരു ബ്ലാക്ക് പാൻസ് ആണ്. ഇറ്റ്സ് ഹാവിങ് കുറച്ച് ബട്ടൺസ് പോലെയൊക്കെ ഇവിടെ ഉണ്ട്, പോക്കറ്റ്സ് ആൻഡ് ഒരു സ്ട്രെയിറ്റ് പാൻസ്. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലേസറൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ അൺബോക്സ് ചെയ്യാം. സെക്കൻഡ് പാക്കേജ്. ഓക്കെ, ഇതൊരു ബ്ലേസറാണ്. ഓക്കെ, ബ്ലേസർ അല്ല ആക്ച്വലി, ബിക്കോസ് ഇതിന് സ്ലീവ്സ് ഇല്ല. അപ്പോൾ വി ക്യാൻ സേ ഒരു വെസ്റ്റ് കോളറൊക്കെ വന്നിട്ട് ബട്ടൺസ് ഒക്കെ ഉണ്ട്. കോളർ ഈസ് ഹിയർ. ഒരു ഫേക്ക് പോക്കറ്റ്സ്. ആക്ച്വലി ഇവിടെ പോക്കറ്റ്സ് ഇല്ല, പക്ഷേ പോക്കറ്റ്സ് ഉണ്ടെന്ന് തോന്നിക്കാൻ ഒരു ഫേക്ക് പോക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മീഡിയം ആണ്. അപ്പോൾ ഇത് ശരിക്കും സ്ലീവ് ഇല്ല. അപ്പോൾ നമുക്ക് സ്ലീവും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഒരു ഇപ്പോൾ പക്ക ഫോർമൽ ബിസിനസ് ലുക്കിലോട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഷർട്ട്സ് ഇതിനകത്ത് സ്റ്റൈൽ ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഈ ഒരു വെസ്റ്റ് ഇട്ടിട്ട് വി ക്യാൻ സ്റ്റൈൽ ദിസ് സ്ട്രെയിറ്റ് പാൻറ്. ഇനി അതല്ല ഒരു കാഷ്വൽ ബിസിനസ് ലുക്കിലോട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബലൂൺ സ്ലീവ്, അതായത് ഇതുപോലത്തേക്ക് സ്ലീവ് വരുന്ന ടോപ്പ് ഉള്ളിലിട്ടിട്ട് ഈ വെസ്റ്റ് ഇട്ടിട്ട് ചെയ്താലും അടിപൊളിയായിരിക്കും. അപ്പം ഷർട്ട് കാര്യങ്ങളൊക്കെ, ഷർട്ട് ഇപ്പോൾ വൈറ്റ് ഷർട്ട് ആണെങ്കിൽ പക്ക ഒരു ഫോർമൽ ലുക്ക്, ആൻഡ് കളർ ഷർട്ട്സും ഓക്കെയാണ്. ഷർട്ട്സ് ആകുമ്പോൾ പക്ക അതൊരു ഫോർമൽ, ഒരു ബിസിനസ് ഫോർമൽ ലുക്കിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ യു ക്യാൻ സ്റ്റൈൽ അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പോൾ എനിക്ക് പേഴ്സണലി പക്ക ഒരു ബിസിനസ് ലുക്കിലോട്ട് പോവാതെ ഒരു കാഷ്വൽ ബിസിനസ് ലുക്കാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ പ്രിഫർ ചെയ്യാം ഇങ്ങനത്തെ ബലൂൺ ടോപ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് കാണാം. അപ്പം ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ സെർച്ച് കോഡ്സ് ഞാൻ ഓരോന്ന് കാണിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മേലെ കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സെർച്ച് ഇൻ ഷീൻ. പോയിട്ട് നേരെ അത് അടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധനം കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ഒരു പോൾക്ക ഡോട്ട് ഡ്രസ്സാണ്. ആക്ച്വലി പോൾക്ക ഡ്രസ്സ് നമുക്ക് ബിസിനസ് ടൈപ്പായിട്ടും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. റെട്രോ സ്റ്റൈൽ കൊണ്ടുപോവുക, ഒരു വെക്കേഷൻ ടൈപ്പ് സ്റ്റൈലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ പോൾക്കൊക്കെ ശരിക്കും ഈ ഒരു പോൾക്ക ഡോട്ട് ഡ്രസ്സിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് സെറ്റാക്കാനും നമുക്ക് പറ്റും. നമ്മൾ ആക്സസറൈസ് ചെയ്യുന്നത് എങ്ങനെയാണോന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് മാറ്റാൻ കഴിയും. ഒരു റെട്രോ സ്റ്റൈലാണ് നോക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ പെയർ ഒരു ബന്ധാന ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ട് ടൈ ചെയ്തിട്ട് ഷൂസും അതൊക്കെ അതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്താൽ ആ ഒരു കംപ്ലീറ്റ് ഒരു റെട്രോ സ്റ്റൈൽ, ഒരു ബിഗ് ഷെയ്ഡ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ റെട്രോ സ്റ്റൈലിലോട്ട് പോവാം.
ഇനി അതല്ല ഒരു വെക്കേഷൻ സ്റ്റൈലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ഒരു ബന്ധാന ഇങ്ങനെ, ഞാൻ ആ ഫ്രഞ്ച് മേക്കപ്പ് ഇതിൽ ചെയ്തില്ലേ അതുപോലെ ഒരു ബന്ധാന ഇങ്ങനെ കെട്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രോ ഹാറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബീച്ച് സ്ട്രോ ഹാറ്റൊക്കെ വെച്ചിട്ട് ചെയ്താലും ഒരു വെക്കേഷൻ മോഡിലോട്ട് കൊണ്ടുപോകാം. ഒരു ബിസിനസ് ലുക്ക് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ബ്ലേസർ ബ്ലാക്ക് ബ്ലേസറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ഈ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് വരുന്നത്, സ്ലീവ്ലെസ് ആണ്. സോ ബ്ലേസർ ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാം. ആൻഡ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്രിൽസ് പോലെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓപ്പൺ ഹിയർ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്. അപ്പോൾ ഒരു നമ്മുടെ തൈസ് തൊട്ടിട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു കട്ടുണ്ട് ഇവിടെ, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സായിരിക്കും. ബാക്കിൽ സിബ് ഉണ്ട്. സോ നമുക്ക് സിബ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യാം. ആൻഡ് ഓൾസോ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മീഡിയം ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ യാ, ഷീനിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ, ഭയങ്കര അടിപൊളി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ദിസ് ഈസ് ദെയർ പോൾക്ക ഡ്രസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതും ആ ഒരു ബേജ് ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു സ്കേർട്ടാണ്. ഒരു നൈസ് സ്കേർട്ട്, ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ വരുന്ന ഒരു സ്കേർട്ട്. ഇവിടെ സിപ്പ് ഉണ്ട് ആൻഡ് ചെറിയൊരു ഇലാസ്റ്റിക് ഉണ്ട്. ശരിക്കും നമ്മുടെ വേസ്റ്റിന് അനുസരിച്ചിട്ട് നമുക്ക് ഷീനിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഓരോ മെഷർമെൻറ്റ്സ് അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. വേസ്റ്റിൻ്റെത്, ഇവിടെ ഷോൾഡർ, സ്ലീവ്സ് എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ അതിൻ്റെ മെറ്റീരിയൽ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്നും കറക്റ്റ് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ തന്നെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കോട്ടൺ ആണോ കംപ്ലീറ്റ് എന്നുള്ളതൊക്കെ അതിൽ നോക്കാൻ പറ്റും. ലൈക്ക് 100% കോട്ടൺ ആണ്, അല്ലെങ്കിൽ 95% പോളിസ്റ്റർ പ്ലസ് 5% ഇലാസ്റ്റിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൽ ഇങ്ങനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഒരു സാധനം നമ്മൾ എടുത്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാം. അപ്പോൾ ഷെയ്നിന് ശരിക്കും നമുക്ക് ഏതൊരു സ്റ്റൈലിലാണ് നമ്മൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ അതിനനുസരിച്ചിട്ട് കിട്ടും. പിന്നെ അവർ തന്നെ ഓരോന്നിൻ്റെ ലൈക്ക് ഇപ്പോൾ ബോഹോ ചിക്ക്, അതുപോലെ ക്ലാസിക് ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, റെട്രോ വൈബിലോട്ടാണെങ്കിൽ അങ്ങനെ എല്ലാം ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ട് അവരിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് ഈസി ടു ഫൈൻഡ്. നമ്മൾ ഒക്കേഷൻ എന്താണോ എന്നനുസരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മെറ്റീരിയൽസ് ഒക്കെ അവർ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വാങ്ങിക്കുക കറക്റ്റ് അതെല്ലാം നോക്കിയിട്ടാണ്. അപ്പം നിങ്ങളങ്ങനെ നോക്കി വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ വാങ്ങിച്ചത് അതുപോലെ ആയില്ല ഇതുപോലെ ആയില്ല എന്ന് പറയുന്നത് കുറേ മാറ്റാൻ പറ്റും. അപ്പം അത് ബാക്കി ഈ ഓൺലൈൻ സൈറ്റ്സിനേക്കാളും ഒക്കെ ഞാൻ ഷെയ്നിൽ കണ്ട ഒരു വ്യത്യാസം അതാണ്. അവർ എല്ലാം കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുള്ളത്. സോ യാ, ഒരു സ്കേർട്ടാണ്. അപ്പോൾ ഇതും ശരിക്ക് നമുക്ക് കാഷ്വലായിട്ട് ഒരു ബിസിനസ് കാഷ്വലായിട്ട് വെയർ ചെയ്യാം, ഒരു ബിസിനസ് ഫോർമലായിട്ടും വെയർ ചെയ്യാം. നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിലോട്ടൊരു പക്ക ബ്ലാക്ക് ഒരു ഷർട്ട് കൊടുക്കുകയാണെങ്കിൽ നൈസായിരിക്കും. പക്ഷേ അതൊരു ഫോർമൽ ബിസിനസ് ലുക്കിലോട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇനി അതല്ല, നിങ്ങൾക്കൊരു ബിസിനസ് കാഷ്വൽ ലുക്കാണ്, ഒരു കംഫർട്ടബിൾ ഒരു കോംഫി ലുക്കിലോട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ഒരു ഇതുപോലെ ബലൂൺ സ്ലീവ്സ് ഒക്കെ വരുന്ന ഒരു ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ സ്കേർട്ടായിട്ട് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ഗുഡ്. ഇനി അതല്ല ഒരു ഈവനിങ് പാർട്ടി ലുക്കിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതും പോസിബിളാണ്. നമുക്ക് കുറച്ച് വർക്ക് വരുന്ന, കുറച്ച് സ്റ്റോൺസ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈവനിങ് വൈബിലോട്ടും കൊണ്ടുപോകാം, ഒരു ഈവനിങ് ഡ്രസ്സിൻ്റെ വൈബിലോട്ടും കൊണ്ടുപോകാം. ആൻഡ് ഇതാണ് സ്കേർട്ട് വരുന്നത്. ഓവറോൾ ലുക്കിംഗ് ഗുഡ്, നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. സോ നിങ്ങൾ ഇതിൻ്റെ സെർച്ച് കോഡ് ഇവിടെ ഞാൻ മേലെ കൊടുത്തത് നിങ്ങൾ ഷീനിൽ അടിച്ച് നോക്കുക. സോ യു ക്യാൻ സീ ഓൾ ദ മെറ്റീരിയൽ കോമ്പോസിഷൻ. അപ്പോൾ ദിസ് ഈസ് ദ സ്കേർട്ട്. ഇത് ഞാൻ മീഡിയം ഓർ സ്മോൾ ആണ്, ഞാൻ എൻ്റെ വേസ്റ്റിൻ്റെ സൈസിനനുസരിച്ച് ഓക്കെ മീഡിയം ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. യു ക്യാൻ സീ മീഡിയം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇതാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ. ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇത്. അപ്പോൾ ആക്ച്വലി ഇതെന്ത് ഓക്കെ, ദിസ് ഈസ് എ മാക്സി ഫുൾ ലെങ്ത് ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു പ്ലീറ്റഡ് മാക്സി വെയർ, ഒരു മോഡസ്റ്റ് വെയർ ആണ് ആക്ച്വലി. ഫുൾ സ്ലീവ് ഒക്കെ വരുന്നത് അടിപൊളി. ഒരു വി നെക്കാണ് വരുന്നത്. ആൻഡ് ബട്ടൺസ് ഒക്കെ ഉണ്ട്. സോ ഇതിൻ്റെ പിക്സ് ഞാനിവിടെ സൈഡിൽ ഇവിടെ കൊടുക്കാം. സോ നിങ്ങൾക്ക്
മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചാൽ ഓരോന്ന് സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്ന കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഈ പ്ലീറ്റ്സ് നോക്കിയേ, ഭയങ്കര ഡിഫൈൻഡ് പ്ലീറ്റ്സ് ആണ് ഇട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് എന്തോ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സോ അടിപൊളി. ആൻഡ് ഇത് ഞാൻ സ്മോളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇത് ഞാൻ സൈസ് നോക്കിയപ്പോൾ ഓവറോൾ എനിക്ക് സ്മോൾ ഫിറ്റ് ആവുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ സ്മോളാണ് എടുത്തത്. യാ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പിന്നെ ഓരോന്നിൻ്റെ സെർച്ച് കോഡ് ഞാൻ മേലെയും കൊടുക്കാം. അപ്പോൾ ഇതവരെ ബിസ്വെയർ കളക്ഷൻസ് ആണ്. ഇത് നമുക്ക് ഫോർമലായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ കാഷ്വലായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ സ്റ്റൈൽ ചെയ്യും. എൻ്റെ സ്റ്റൈലിങ് മിക്കവാറും ഒരു ബിസിനസ് സ്റ്റൈലിങ് ആവില്ല. എൻ്റെ അത് കുറച്ചൊരു കാഷ്വൽ ബിസിനസ് ലുക്കിലോട്ടായിരിക്കും ഞാൻ സ്റ്റൈൽ ചെയ്യുക. സോ എനിവേ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോസൊക്കെ വിൽ ബി കമ്മിങ് സൂൺ. അപ്പോൾ എന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഇതൊക്കെ ഉള്ളൂ. ഇത് ചെറിയൊരു ഷോർട്ട് കുട്ടി വീഡിയോ ആണ്. ആൻഡ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ. സോ ഐ എം എൻഡിങ് ദിസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി എ തംസ് അപ്പ്. So bye.